നമുക്ക് ആരംഭിക്കാം. ഓീരം കരവാമഹൈ തേജസ്വിനാവധീതമസു നാഗുഷാവഹൈ. ഓം ശാന്തി. സമാനീയരായ എല്ലാ പക്ഷികൾക്കും വീരമായ പ്രണാമം. നമ്മൾ നവമസ്കന്ധം 8-ാം അധ്യായം ആരംഭിക്കാം. നവമസ്കന്ധം അധ്യായം 8. കഴിഞ്ഞ ദിവസം നമ്മൾ 7-ാം അധ്യായം വരെ തീർത്താണ്. ശ്രീശുക ഉവാചാം ഹരിതോ രോഹിതസുത ചമ്പസ്തസ്മാദ്നിർമ്മിതാം ചമ്പാവതി സുദേവോ അതോ വിജയോ യസ്യജാത്മജ. ഹരിതഃ രോഹിതസുത, രോഹിതന്റെ പുത്രനായിട്ട് ഹരിതൻ. രോഹിതന്റെ വംശത്തിൽ ജനിച്ച ഫകര മഹാരാജാവിന്റെ ചരിത്രത്തെ പറയാൻ പുറപ്പെടുക. രോഹിതന്റെ പുത്രനായിട്ട് ഹരിതൻ. ഹരിതോ രോഹിതസുതഃ ചമ്പഃ തസ്മാത് വിനിർമ്മിത. അവന്റെ പുത്രൻ ചമ്പൻ. ചമ്പാവതി തസ്മാത് വിനിർമ്മിത, അവനാൽ നിർമ്മിക്കപ്പെട്ട പട്ടണത്തിന് പേര് ചമ്പാവതി എന്നാണ്. സുദേവനാണ് അവന്റെ പുത്രൻ. ചമ്പന്റെ പുത്രൻ സുദേവൻ. അതോ വിജയവും, അവന്റെ പുത്രൻ വിജയൻ. യസ്യച ആത്മജ, യാതൊരുവന്റെ പുത്രൻ ആയിരുന്നു. ഇപ്പൊ രോഹിതപുത്രനായിട്ട് ഹരിതൻ, ഹരിതന്റെ പുത്രൻ ചമ്പൻ, ചമ്പനാൽ ഉണ്ടാക്കപ്പെട്ട പുതിയ ചമ്പാവതി, അദ്ദേഹത്തിന്റെ പുത്രൻ സുദേവൻ, അയാളുടെ പുത്രൻ വിജയൻ. ഹരിതോ രോഹിതസുതശ്ചമ്പസ്തസ്മാദ് വിനിർമ്മിതാം ചമ്പാവതി സുദേവോതോ വിജയോ യസ്യാത്മജാം. ഹരിതോ രോഹിതസുതശ്ചമ്പസ്തസ്മാദ് വിനിർമ്മിതാം ചമ്പാവതി സുദേവോതോ വിജയോ യസ്യാത്മജ. ഹരുകസ്തത്സുതസ്തസ്മാദ് വർഗസ്തസ്യാപി ബാഹുക ഭൂരിഭൃഹൃതഭൂ രാജാ ഭാര്യോ വനമാവിശത്. ഹരുകഃ തത്സുതഃ, വിജയന്റെ പുത്രൻ ഭരുകൻ. തസ്മാത് വൃകഃ, അവന്റെ പുത്രൻ വൃകൻ. തസ്യാപി ബാഹുക, അവന്റെ പുത്രൻ ബാഹുകൻ. സോ അവൻ അരിഭിഹി ഹൃതഭൂഹു രാജ സഭാര്യോ വനമാവശ്യം. ബാഹുകന്റെ രാജ്യത്തെ അരിഭിഹി ഹൃതഃ, ശത്രുക്കളാൽ അപഹരിക്കപ്പെട്ടപ്പോൾ അവൻ സഭാര്യനായി വനത്തിലേക്ക് പോയി. ഭരുകസ്തത്സുതസ്തസ്മാദ് വൃകസ്തസ്യാദ് ബാഹുക ഓരിഭൃഹൃതഭൂ രാജ സഭാര്യോ വനമാവിശൻ. ഹരുകസ്തത്സുതസ്തസ്മാദ് വൃകസ്തസ്യാദ് ബാഹുക ഓരിഭൃഹൃതഭൂ രാജ സഭാര്യോ വനമാവിശൻ. പൃഷ്ഠം തം പഞ്ചതം പ്രാപ്തം മഹിഷ്യനുമരിഷ്യതി ഔർവേണ ജാനതാത്മാനം പ്രജാവന്തം നിവാരിതാം. പൃഷ്ഠം തം പഞ്ചതം പ്രാപ്തം, പൃഷ്ഠനായ അവൻ ബാഹുകൻ പഞ്ചതയെ പ്രാപിച്ചു, മരിച്ചു. അഞ്ചായി തീരുന്ന പേരാണ് പഞ്ചത പ്രാപിക്കുക, പഞ്ചത്വം പ്രാപിക്കുക. പഞ്ചഭൂതങ്ങൾ അഞ്ചുമായിട്ട് ചേരുന്നതിന്റെ പേരാണ്. വൃദ്ധം തം പഞ്ചതം പ്രാപ്തം, അങ്ങനെ പഞ്ചത്വം പ്രാപിച്ച വൃദ്ധനായ ആ രാജാവ് മരിച്ചപ്പോൾ മഹിഷി അനുമരിഷ്യതി, പട്ടമഹിഷിയായ രാജ്ഞിയും കൂടെ മരിക്കാൻ ആഗ്രഹിച്ച് പ്രയത്നിച്ചപ്പോൾ ഔർവേണ ജാനത ആത്മാനം പ്രജാവന്തം നിവാരിത. ഔർവൻ എന്ന മഹർഷിയാൽ ജാനത അറിഞ്ഞിട്ട്, ആത്മാനം പ്രജാവന്തം താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട്, നിവാരിത തടഞ്ഞു. പ്രജാവന്തം പ്രജയോട് കൂടിയവനാണെന്ന് ജാനത അറിഞ്ഞിട്ട്
ഔർവേണ ഔർവനാൽ നിവാരിത തടയപ്പെട്ടു. വൃദ്ധനായ അദ്ദേഹം വാർദ്ധക്യം ബാധിച്ചു മരിച്ചപ്പോൾ പത്നിയും കൂടെ മരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഔർവനാൽ തടയപ്പെട്ടതുകൊണ്ട് ഗർഭിണിയായ അവൾ മരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചില്ല. വൃദ്ധന്തം പഞ്ചതാം പ്രാപ്തം മഹിഷ്യനിമരിഷ്യതി ഔർവേണ ജാനതാത്മാനം പ്രജാവന്തം നിവാരിതാം വൃദ്ധന്തം പഞ്ചതാം പ്രാപ്തം മഹിഷ്യനിമരിഷ്യതി ഔർവേണ ജാനതാത്മാനം പ്രജാവന്തം നിവാരിതാം ആജ്ഞായാഫ്യൈ സപത്നീഭത് ഗരോദത്വന്ധഫാഫഃ ഫഹതേനൈവഹം ജാതഃ ഫകരാഖ്യോ മഹായശാഹം. ആജ്ഞായ അഫ്യൈ, ആജ്ഞായ അറിഞ്ഞിട്ട്, അഫ്യൈ ഇവൾക്കായിക്കൊണ്ട്, സപത്നീഭിഹി സപത്നിമാരാൽ, ഗരോദത്തഃ വിഷം കൊടുത്തു. ഇവളുടെ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ മരിക്കാതെ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ള പത്നിമാരൊക്കെ അറിഞ്ഞു ഇവളുടെ ഉള്ളിൽ ഒരു ഗർഭം വളരുന്നുണ്ട് എന്നാണ്. അതിനെ നശിപ്പിക്കാൻ വേണ്ടി സപത്നിമാരുടെ മാത്സര്യം കൊണ്ട് അവർ ഇവൾക്ക് വിഷം കൊടുത്തു. സപത്നീഭിഹി ഗരോദത്തഃ, ഗരം വിഷം, അന്ധഫാഫഹ അന്നത്തോടു കൂടിയാണ്. അന്ധഹ എന്ന അന്നം, അന്ധഫാഫഹ ചോറിൽ വിഷം കലർത്തി കൊടുത്തു. ഫഹ തേനൈവ സംജാത, പക്ഷെ അവൻ മരിച്ചില്ല, ആ വിഷത്തോടൊപ്പം അവൻ ജനിച്ചു. അപ്പോൾ അവന് ഫകരൻ എന്ന് പേര് കൊടുത്തു. ഫകരാഖ്യോ മഹായശ. ഫകരൻ എന്ന് പേര് വരാൻ കാരണം അതാണ്. ഗരത്തോടു കൂടിയവൻ ഫകരൻ. ഗരം എന്നുവെച്ചാൽ വിഷം. വിഷത്തോടു കൂടിയാണ് ആ പുത്രൻ ജനിച്ചത്, അതുകൊണ്ട് അവന് ഫകരൻ എന്ന പേരായി. ആജ്ഞായാഫി സപത്നീഭിർഗരോദത്വന്ധഫാഫഹാം ഫഹതേനൈവ സംജാത ഫകരാഖ്യോ മഹായശാഹം. ആജ്ഞായാഫി സപത്നീഭിർഗരോദത്വന്ധഫാഫഹാം ഫഹതേനൈവ സംജാത ഫകരാഖ്യോ മഹായശാഹം. ഫകരശ്ചക്രവർത്യാഫീത് ഫാഗരോ യത് സുതൈകൃതാം യഫ്താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയവത്പരാൻ നാവധി ഗുരുവാക്യേന ചക്രേ പ്രവേശിനാം. ഫകരഃ ചക്രവർത്തി ആസീത്. ഫകരൻ ചക്രവർത്തിയായി. ഫാഗരോ യത് സുതൈകൃതഃ, അവന്റെ പുത്രന്മാരാൽ ഉണ്ടാക്കപ്പെട്ടത് കൊണ്ട് സമുദ്രത്തിന് ഫാഗരം എന്നു പേരായി. താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ, യഹ യാതൊരുവൻ, താലജംഘാൻ യവനാൻ ശകാൻ താലന്മാരെയും ജംഘന്മാരെയും, താലജംഘന്മാരെയും യവനന്മാരെയും ശകന്മാരെയും ഹൈഹയന്മാരെയും ബർബരന്മാരെയും ന അവധി വധിച്ചില്ല. ഗുരുവാക്യന ചക്രതയും വികൃതവേഷിണ, ഗുരുവാക്യം കൊണ്ട് അവരെ വിരൂപന്മാരാക്കി വിട്ടു. ഫകരൻ ചക്രവർത്തിയായി. ഫകരന്റെ പുത്രന്മാരുണ്ടാക്കിയതുകൊണ്ടാണ് സമുദ്രം എന്ന് പേര് വന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫകരൻ തന്റെ ഗുരുവായ ഔർവ മഹർഷിയുടെ വാക്കു കേട്ടിട്ടാണ് ഇവരെ ഗുരുവാക്യേന വികൃതവേഷിണ ചക്രേ, ഗുരുവാക്യം കൊണ്ട് അവരെ വികൃതവേഷികളാക്കി ചെയ്തു. അവധി വധിച്ചില്ല. ആരെയൊക്കെ? താല ജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ. ഫകരശ്ചക്രവർത്യാഫീത് ഫാഗരോ യത് സുതൈകൃതഃ യഫ്താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ നാവധീത് ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണാം. ഫകരശ്ചക്രവർത്യാഫീത് ഫാഗരോ യത് സുതൈകൃതാം യഫ്താലജംഘാൻ യവനാൻ ശകാൻ ഹൈഹയ ബർബരാൻ നാവധീത് ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണാം. മുണ്ടാൻ ശ്മശ്രുധരാൻ കാംചിത്
മുക്തകേശാർത്ഥമുണ്ടിതാൻ അനന്തർവാഫകാംശ്ചിത് അബഹ്രുവാഫസോപരൻ. എങ്ങനെയൊക്കെയാണ് അവരെ വേഷികളാക്കി മാറ്റിയത് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. മുണ്ടാൻ ചിലരുടെ തലമുട്ടയടിച്ചു, ശ്മശ്രുധരാൻ കാംക്ഷിത് ചിലരെ മുഖരോമങ്ങൾ മാത്രം നിർത്തി ബാക്കിയൊക്കെ വടിച്ചു കളഞ്ഞു. മുക്തകേശ അർത്ഥമുണ്ടിതാൻ ചിലരുടെ മുടി മുഴുവൻ മുറിച്ചു, ചിലരുടെ പകുതി മുടി മുറിച്ചു, അർത്ഥമുണ്ടിതന്മാരാക്കി. അനന്തർവാസസഹ കൗപീനമല്ലാത്തവരായിട്ട് വിട്ടു. അന്തർവാസസ അന്തരീയം, അകത്ത് ധരിക്കുന്ന വസ്ത്രം. അതുമാത്ര അനന്തർവാസഹ ബഹിർവസ്ത്രം ഇല്ലാതാക്കി. അബഹ്രുവാസഹ മേൽമുണ്ട് ഇല്ലാത്തവരായി. അബഹ്രുവാസഹ കാംക്ഷിത് അബഹ്രുവാസസോ അപരാൻ. ചിലരെ ശിരോമുണ്ടനം ചെയ്തു, ചിലരുടെ മീശ മാത്രം നിർത്തി, ചിലരുടെ മുടി മുഴുവൻ മുറിച്ചു കളഞ്ഞു, ചിലരുടെ പകുതി മുറിച്ചു, ചിലർക്ക് അകത്തുള്ള അടിവസ്ത്രം മാത്രമാക്കി, ബാക്കി ചിലർക്ക് മേൽവസ്ത്രം മാത്രമാക്കി. എന്നിങ്ങനെ ആണ് അവരെയൊക്കെ വികൃതവേഷകളാക്കി മാറ്റിയത്. ഉണ്ടാൻ ശ്മശ്രുധരാൻ കാംക്ഷിത് മുക്തകേശാർത്ഥമുണ്ടിതാൻ അനന്തർവാസകാശ്ചിത് അബഹിർവാസസോപരാൻ. ഉണ്ടാൻ ശ്മശ്രുധരാൻ കാംക്ഷിത് മുക്തകേശാർത്ഥമുണ്ടിതാൻ അനന്തർവാസകാംക്ഷിത് അബഹിർവാസസോപരാൻ. സ്വശ്വമേധൈരയജത സർവവേദസുരാത്മകം ഔപദിഷ്ടയോഗേന ഹരിമാത്മാനമീശ്വരം. അവൻ അശ്വമേധൈഹി അയജത അശ്വമേധങ്ങളെ കൊണ്ട് യാഗം ചെയ്തു. സർവവേദ പുരാത്മകം എല്ലാ വേദങ്ങളോടും പുരന്മാരോടും കൂടിച്ചേർന്ന സർവവേദ പുരാത്മകനായ ഔർവോപദിഷ്ടയോഗേന ഔർവം മഹർഷ്യാൽ ഉപദേശിക്കപ്പെട്ട യോഗമനുസരിച്ച് ഹരിം ആത്മാനം ഈശ്വരം ആത്മാനം ഹരിം ഈശ്വരം ആത്മസ്വരൂപനായ ഈശ്വരനായ ഹരിയെ അശ്വമേധങ്ങൾ കൊണ്ട് യജിച്ചു. ഔർവ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് വിധിപൂർവം അശ്വമേധയാഗം ചെയ്തു. സർവവേദസ്വരൂപനും സർവദേവതാത്മകനും ആയ ആത്മസ്വരൂപനായ ഈശ്വരനായ ഹരിയെ യജിച്ചു. അശ്വമേധൈരയജതാം സർവവേദപുരാത്മകം ഔർവോപദിഷ്ടയോഗേന ഹരിം ആത്മാനമീശ്വരം. അശ്വമേധൈരയജത സർവവേദപുരാത്മകം ഔർവോപദിഷ്ടയോഗേന ഹരിമാത്മാനമീശ്വരം. തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്തര സുമത്യസ്തനയാ ദത്താഃ പുരാദേശകാരിണാം ഹയമന്വേഷമാണാഃ തേ സമന്തന്യഖനൻ മഹീം. തസ്യ ഉത്സൃഷ്ടം പശു സകര മഹാരാജാവിനാൽ ഉത്സൃഷ്ടമായ പറഞ്ഞയക്കപ്പെട്ട പശുവിൻ യജ്ഞത്തിൽ ജഹാര അശ്വം പുരന്തര ജഹാര അപഹരിച്ചു, അശ്വം കുതിരയെ, പുരന്തരൻ ഇന്ദ്രൻ. അശ്വമേധം ചെയ്യാൻ വേണ്ടി സകരൻ ആദ്യം ദിഗ്വിജയത്തിനായി കുതിരയെ പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ചപ്പോൾ ആ കുതിരയെ ഇന്ദ്രൻ വഴിക്ക് വെച്ച് അപഹരിച്ചു. അപ്പൊ ഇനി കുതിരയെ മുമ്പോട്ട് പോകാതെ കാര്യം നടക്കില്ലല്ലോ, അപ്പൊ യജ്ഞം ആവില്ല. സുമത്യാഹ തനയോ ദൃപ്താഹ പിതുരാദേശകാര്യമാണ്. സുമതിക്ക് 2 പത്നിമാരായിരുന്നു. ഒന്ന് സുമതി, മറ്റൊന്ന് കേശരി. എന്ന് സകരന് 2 ഭാര്യമാർ. അതിലെ
സുമതിക്ക് 60,000 പുത്രന്മാരുണ്ടായിരുന്നു. സുമത്യാസ്തനയാഹ, സകരന് സുമതിയിലുണ്ടായ പുത്രന്മാർ തൃപ്താഹ, അഹങ്കാരികളായിട്ട്, പിതുഹു ആദേശകാരിണ, പിതാവിന്റെ ആജ്ഞ നടത്തുന്നവരായിട്ട്, ഗർഭിഷ്ഠന്മാരായിട്ട്, ഹയം അന്വേഷമാണാഹ, കുതിരയെ അന്വേഷിച്ചുകൊണ്ട്, തേ അവർ, സമന്താത് ചുറ്റും, ഭൂമി മുഴുവൻ അന്വേഷിച്ചിട്ടു, കാണാതെ, ഞഖനത് മഹീ, ഭൂമിയെ കുഴിച്ചു നോക്കി. ഭൂമിയുടെ എന്താ പുറത്തെങ്ങുമില്ല. ഇനി ഭൂമി കുഴിച്ചതാവട്ടെ എന്നാൽ താഴത്തെ ലോകമാണ്. ആ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവർ ഞഖനത് മഹീം, ഞഖനൻ മഹീം, സമന്താത് ഞഖനത് മഹീം കൂടി ചേരുമ്പോൾ സമന്ത ഞഖനൻ മഹീം, കുട്ടുകുട്ടുവായി അങ്ങനെ വായിച്ചാൽ സമന്ത ഞഖനൻ മഹീം. പക്ഷെ മറ്റേ അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെ ശരിക്കും വായിക്കാൻ പറ്റൂ. സമന്താത് ഞഖനത് മഹീം. അങ്ങനെ കുതിരയെ പറഞ്ഞയച്ചു. ഇന്ദ്രൻ കുതിരയെ അപഹരിച്ചു. പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് സുമതിയുടെ പുത്രന്മാർ കുതിരയെ അന്വേഷിച്ചു. ഭൂമിയിലെങ്ങും കണ്ടെത്താഞ്ഞിട്ട് ഭൂമി കുഴിച്ച് താഴേക്ക് പോയി. തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്തരാം, സുമത്യാസ്തനേ ആദത്താഹ പിതുരാദേശകാരിണാം, ഹയമന്വേഷമാണാസ്തേ സമന്തന്യഖനൻ മഹീം. തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്തരാം, സുമത്യാസ്തനയാ ദത്താഹ പിതുരാദേശകാരിണാം, ഹയമന്വേഷമാണാസ്തേ സമന്തന്യഖനൻ മഹീം. പ്രാഗുദീച്ഛ്യം ദിശി ഹയം ദദുഷു കപിലാന്തികേ ഏഷ വാജിഹരശ്ചൗര, ആസ്തേ മീലിതലോചനം ഹന്യതാം ഹന്യതാം പാപൈരി ഷഷ്ടിസഹസ്രണ, ഉദായുധ അഭിയയുഹു അഭിയയുഹു ഉന്മിമേഷ തദാ മുനി. പ്രാഗ് ഉദീച്ഛ്യാം ദിശി, കിഴക്ക് വടക്കേ ദിക്കിലെ. പ്രാഗ് കിഴക്ക്, ഉദീചി വടക്ക്. പ്രാഗുദീചി കിഴക്ക് വടക്കേ കോൺ, ഈശാന കോൺ എന്ന് പറയാം. പ്രാഗുദീച്യാം ദിശി, ആ ദിക്കിൽ, ഹയം ദദിശു, കുതിരയെ കണ്ടു. കപിലാന്തികേ, കപിലന്റെ അടുക്കലായി. അവര് കുഴിച്ചു താഴെപ്പോൾ കപില മഹർഷിയുടെ തപസ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അരികെ നിൽക്കുന്നു ഈ കുതിര. ഏഷവാജിഹര, ഇവനാണ് കുതിരയെ അപഹരിച്ചത്. ചൗരഹ, ഇവൻ മോഷ്ടാവാണ്, കള്ളനാണ്. ആസ്തയെ മീലിതലോചന, എന്നിട്ട് കണ്ണു അടച്ചു വന്നിരിക്കുക. ആസ്തയെ ഇരിക്കുന്നു, മീലിതലോചന, കണ്ണടച്ചുകൊണ്ട്, ആരും ഒന്നും അറിയാത്ത പോലെ, പൂച്ച പാല് കുടിക്കുന്നവരെ, ഞാനൊന്നും അറിയാത്ത പോലെ ഇയാൾ കണ്ണു അടച്ചു വിടാതിരിക്കുകയാണ്, കുതിരയെ മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ട്. ഹന്യതാം ഹന്യതാം പാപൈ, ഈ മഹാപാപിയെ കൊല്ലട്ടെ കൊല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഷഷ്ടിസഹസ്രണ, 60,000 പേരും, ഉദായുധാഹ, ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അഭിയയുഹു, അടുത്തേക്ക് ചെന്നു. ഉന്മിമേഷ തദാമുനി, അപ്പോൾ മഹർഷി കണ്ണു തുറന്നു. ഉന്മിമേഷ, കണ്ണു തുറന്നു. തഥാ മുനി, അപ്പോൾ മുനി. അങ്ങനെ ഇവരെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈശാന കോണിലായിട്ട് കപിലൻ തപസ് ചെയ്യുന്ന ആശ്രമത്തിന്റെ അടുക്കൽ കുതിര നിൽക്കുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു ഇവൻ തന്നെയാണ്, കള്ളസന്യാസിയാണ് ഇയാള്. ഇയാളാണ്, കപിലാന്ന് അറിയത്തില്ലല്ലോ, ആരോ ഒരാള്, ഇയാളാണ് കുതിരയെ അപഹരിച്ചുകൊണ്ടെന്ന്, ഇയാൾ കള്ളനാണ്. എന്നിട്ട് ഇവിടെ വന്ന് എന്താണ്, കണ്ണു അടച്ചും തപസ്സാണ്. അതുകൊണ്ട് ഇവനെ കൊല്ലണം. ആ 60,000 പേരും ആയുധം കയ്യിലെടുത്ത് കപിലന്റെ നേരെ നീങ്ങിയപ്പോൾ അദ്ദേഹം ഒന്ന് കണ്ണു. പ്രാഗുദീച്ഛ്യം ദിശി ഹയം ദദുഷു കപിലാന്തികേ ഏഷവാജിഹരശ്ചൗര, ആസ്തേ മീലിതലോചന ഹന്യതാം ഹന്യതാം പാപൈതി ഷഷ്ടിസഹസ്രണ, ഉദായുധ അഭിയേഷ തദാ മുനി. പ്രാഗുദീച്ഛ്യം ദിശി ഹയം ദദുഷു കപിലാന്തികേ ഏഷവാജിഹരശ്ചൗര, ആസ്തേ മീലിതലോചന
ഹന്യതാം ഹന്യതാം പാപ ഇതി ഷഷ്ടിസഹസ്രണ ഉദായുധാ അഭിയുൽ നിമേഷദാമുനി പ്രാഗുദീച്യം ദിശി ഹയന്തസുക്കപിലന്തികേ ഏഷവാജിഹരശ്ചൗര ആസ്തേ മീലിതലോചനാം ഹന്യതാം ഹന്യതാം പാപ ഇതി ഷഷ്ടിസഹസ്രണാം ഉദായുധാഃ അഭിയുൽനിമേഷദാമുനി ഉപശരീരാഗ്നിനാതാവൻ മഹേന്ദ്രഹൃതചേതസ മഹദ്വ്യതിക്രമഹതാം ഭസ്മസാദഭവത്ക്ഷണാത്. സ്വശരീര അഗ്നിന സ്വന്തം ശരീരത്തിന്റെ നിന്നും ഉണ്ടായ അഗ്നി കൊണ്ട് താവത് അപ്പോഴേക്കും മഹേന്ദ്രഹൃതചേതസ മഹേന്ദ്രനാൽ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായ അവർ മഹത് വ്യതിക്രമഹതാഹ മഹാന്മാരെ വ്യതിക്രമിച്ചത് കൊണ്ട് ഹനിക്കപ്പെട്ടവരായി തീർന്നു. മഹത് വ്യതിക്രമഹതാഹ പൂജ വ്യതിക്രമം. മഹാന്മാരായ ആൾക്കാരെ നിന്ദിക്കുകയോ അവരെ നിഗ്രഹിക്കാൻ ആയുധം കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്താൽ അത് മഹത്തായ അതിക്രമമാണ്. ആ അതിക്രമം കൊണ്ട് ഭസ്മസാദ് അഭവക്ഷണാത് ഒറ്റക്ഷണം കൊണ്ട് അവരൊക്കെ ഭസ്മമായി ദഹിച്ചുപോയി. 60,000 പേരും അവരുടെ ശരീരത്തിൽ നിന്നും ഉജ്ജ്വലിച്ച് അഗ്നിയാൽ ഭസ്മയുക്തരായി. സ്വശരീരാഗ്നിന, അതെ, കപിലന്റെ ദേഹത്തു നിന്നുള്ള അഗ്നിയല്ല, സകരന്മാരുടെ ദേഹത്തു നിന്നും ഉണ്ടായ അഗ്നി കൊണ്ട്. ശരീരത്തിൽ അഗ്നി എപ്പോഴും ഉണ്ട്, അതുകൊണ്ട് വേണം ദഹിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇവർ നേരത്തെ ദഹിച്ചില്ല? കാരണം കപിലമുനിയെ അതിക്രമിച്ച പാപത്തിന്റെ ശക്തി കൊണ്ടാണ് അഗ്നി ജ്വലിച്ചത്. നമ്മുടെ ശരീരത്തിൽ നമ്മളെ നശിപ്പിക്കാൻ പാകത്തിനുള്ള അഗ്നിയുണ്ട്, വെള്ളമുണ്ട്, രണ്ടുമുണ്ട്. ചൂടിന്റെ അളവ് കൂടിയാൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ നശിക്കാൻ കാരണമാകും. അഗ്നി കൊണ്ട് തന്നെ നശിക്കും. ഇവിടെ അങ്ങനെ അവരവരുടെ ശരീരത്തിൽ നിന്നും ഉജ്ജ്വലിച്ചു വന്ന അഗ്നി. എന്തുകൊണ്ടാണ് ഇപ്പൊ അഗ്നി ദഹിപ്പിക്കാൻ കാരണമായത്? പൂജാ വ്യതിക്രമം. ആ പാപത്തിന്റെ ശക്തി കൊണ്ട് ഉണ്ടായിരുന്ന അഗ്നി കത്തിജ്വലിച്ചു. അതുകൊണ്ട് അവരൊക്കെ ദഹിച്ചുപോയി. ഈ മഹാനായ കപിലമുനിയെ അതിക്രമിക്കാൻ എന്താണ് കാരണം എന്നാണെങ്കിൽ, മഹേന്ദ്രൻ മായാപ്രയോഗം കൊണ്ട് മഹേന്ദ്രഹൃതചേതസ അവരുടെ മനസ്സിലുള്ള വിവേകശക്തിയെ, വിചാരത്തെ നശിപ്പിച്ചത് കൊണ്ടാണ് ഈ മഹത്തായ അതിക്രമം ചെയ്ത് നശിക്കാൻ കാരണമായത്. ഇന്ദ്രൻ കൊണ്ട് നിർത്തുകയാണ് കുതിര അവിടെ, ഇവര് കണ്ടെത്താതിരിക്കാൻ. അപ്പൊ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ തന്നെ തൻ്റെ മായാപ്രയോഗം കൊണ്ടാണ് ഇത് കപിലനാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതാക്കി കൊടുത്തു ഈ 60,000 പേർക്ക്. അങ്ങനെയാണ് ഇവരെ കപിലനെ തിരിച്ചറിയാതെ പോകാൻ കാരണം. അല്ലെങ്കിൽ സകലരാജാവിന്റെ പുത്രന്മാർക്ക് കപിലനെ കണ്ടാൽ തിരിച്ചറിയാനാണ്. അല്ലെങ്കിൽ അങ്ങ് ആരാണ്, എന്താണ് ഇവിടെ തപസ് ചെയ്യുന്നത്, ഈ കുതിര എവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ യുദ്ധത്തിന് പുറപ്പെടാവൂ. ആ വിചാരശക്തിയും ആ ചിന്താശേഷിയും ഒക്കെ ഈ ഇന്ദ്രന്റെ മായാപ്രയോഗം കൊണ്ട് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഇവരെ പൂജാ വ്യതിക്രമം കാണിച്ചത്. അതിന്റെ ഫലം അപ്പം അനുഭവിക്കും. ഇതൊക്കെ ഒരു പാഠമാണ് മനുഷ്യ ജീവിതത്തിൽ. നമ്മളും ഇതുപോലെ തന്നെ പൂജാ വ്യതിക്രമം കാണിച്ചാൽ, ഏതെങ്കിലും മായാശക്തി കൊണ്ട് നമ്മുടെ വിചാരത്തെ നഷ്ടപ്പെടുത്തിയാൽ ഇതുപോലുള്ള അനർത്ഥങ്ങളും ആപത്തുകളും ജീവിതത്തിൽ ഉണ്ടാകാം. സ്വശരീരാഗ്നിനാതാവൻ മഹേന്ദ്രഹൃതചേതസാം മഹദ്വ്യതിക്രമഹതാം ഭസ്മസാദഭവൻ ക്ഷണാത്. സ്വശരീരാഗ്നിനാതാവൻ മഹേന്ദ്രഹൃതചേതസാം മഹദ്വ്യതിക്രമഹതാം
ഭസ്മസാദഭവക്ഷണാത് സ്വശരീരജ്ഞനാ താവത് മഹേന്ദ്രഹൃതചേതസാം മഹത് വ്യതിക്രമഹതാ ഭസ്മസാദഭവൻ ക്ഷണാത് ന സാധുവാദോ മുനികോപഭർജിതാം നൃപേന്ദ്രപുത്രായിതി സത്വധാമനി കഥം തമോരോഷമയം വിഭാവ്യത്തെ ജഗത്പവിത്രാത്മനിഖേ രജോഭുവാം ന സാധുവാദോ മുനികോപഭർജിത മുനിയുടെ കോപം കൊണ്ട് ദഗ്ധരായി എന്നുള്ളതിന് ന സാധുവാദ കപിലന്റെ കോപാഗ്നിയിൽ രാജപുത്രന്മാർ ദഹിച്ചുപോയി എന്ന് പറയുന്നത് ശരിയല്ല. ന സാധുവാദ സാധുവായ സത്യമായ ഒരു വാക്കല്ല അത്. കപിലന് കോപം ഉണ്ടാകും, ആ കോപത്തിൽ നിന്നും അഗ്നി ഉണ്ടാകാം. ആ അഗ്നി ഇവരുടെ ശരീരത്തുള്ള അഗ്നിയെ വലുതാക്കി അവരെ തന്നെ ദഹിപ്പിക്കാൻ കാരണമായി എന്നാണെങ്കിൽ കപിലമുനിയുടെ ശുദ്ധമായ സത്വസ്വരൂപനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദർശനമോ സ്പർശനമോ ഒക്കെ ലോകത്തെ ശുദ്ധമാക്കുക, നശിപ്പിക്കുകയല്ല. കപിലമുനി കണ്ണു തുറന്നാൽ ലോകം പരിശുദ്ധമാകും. അദ്ദേഹത്തിന് കൈകൊണ്ട് ആര് ഒന്ന് തൊട്ട് തലയിടുന്നുവോ അവർ പരിശുദ്ധരാകും, നശിച്ചു പോവില്ല. ഇത് സത്യമായിരിക്കെ മുനികോപഭർജിത നൃപേന്ദ്രപുത്ര ഇതി, നൃപേന്ദ്രപുത്രന്മാർ എന്നുള്ളത് സാധുവാദോ, അതൊരു നല്ല വാദങ്ങളല്ല. സത്വധാമനി കഥം തമോ രോഷമയം വിഭാഗത്തെ, സത്വത്തിൽ ഇരിക്കുന്നവൻ, ധാമാവ് ഇരിപ്പിടം, സത്വധാമനി സത്വഗുണത്തിൽ ഉറച്ചിരിക്കുന്നവനായ കപിലൻ കഥം എങ്ങനെയാണ് തമോ തമസിന്റെ സംഭാവനയായ രോഷമയം വിഭാവ്യത, രോഷമയത്തെ വിഭാവന ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു ചോദ്യമായി വ്യാസനൻ ചോദിക്കുന്നു. മഹർഷിമാരൊക്കെ ആൾക്കാരെ ശപിച്ച് ഭസ്മമാക്കാൻ വേണ്ടിയുള്ളവരാണോ? അല്ല. സത്വഗുണപ്രധാനികളായ അവരുടെ നോട്ടം മതി, അവരുടെ സ്പർശം മതി, അവരുടെ പെരുമാറ്റം മതി, അവരുടെ ആഗമനം മതി, ആ നാടും ആ വീടും ആ വ്യക്തിയും പരിശുദ്ധരായിട്ട് തീരുക ചെയ്യാം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ തമോമയമായ അന്ധകാരമയമായ രോഷം ഉണ്ടായത്? ജഗത് പവിത്ര ആത്മനി ഖേ രജോപുവ, ജഗത് പവിത്ര ആത്മനി, ജഗത്തിനെ പവിത്രമാക്കുന്ന തന്റെ ആത്മാവിൽ, ഖേ രജോപുവ, ആകാശത്തിൽ ഭൂമിയുടെ ധൂളി എങ്ങനെ വന്നു ചേരും? ഭൂമിയിൽ നിന്ന് പൊങ്ങുന്ന ധൂളികൾ നിമിത്തം ആകാശം മലിനമാകുമെന്ന് വിചാരിക്കുന്നത് പോലെയാണിത്. ഭൂമിയിൽ നിന്നും പൊടിപടലങ്ങൾ അടിച്ചു പൊങ്ങി മുകളിലേക്ക് ചെന്ന് ആകാശത്തെ മലിനപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അന്തരീക്ഷത്തിൽ കുറച്ചു സമയം നിൽക്കും, പിന്നത് പോകും. ഒരിക്കലും ആകാശത്തിന്റെ ശുദ്ധിയെ ഈ പൊടിവെള്ളങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. സാധുവാദോ മുനികോപഭർജിതാം നൃപേന്ദ്രപുത്രായി സത്വധാമനി കഥം തമോരോഷമയം വിഭാവ്യതേ ജഗത് പവിത്രാത്മനിഖേ രജോ ഭുവാം സാധുവാദോ മുനികോപഭർജിതാം നൃപേന്ദ്രപുത്രായി സത്വധാമനി കഥം തമോരോഷമയം വിഭാവ്യതേ ജഗത് പവിത്രാത്മനിഖേ രജോ ഭുവാം സാധുവാദോ മുനികോപഭർജിതാം നൃപേന്ദ്രപുത്രായി സത്വധാമനി കഥം തമോരോഷമയം വിഭാവ്യത്തെ ജഗത് പവിത്രാത്മനിഖേ രജോ ഭുവാം യസ്യേരിതാ സംഖ്യമയീ ദൃഢേഹമൗ യയാ മുമുക്ഷുസ്തരത്തെ ദുരിത്യയം ഭവാർണവം മൃത്യുപഥം വിപശ്ചിത പരാത്മഭൂതസ്യ കഥം പ്രഥന്നതി. യസ്യ ഈരിത, യാതൊരുവനാൽ പറയപ്പെട്ട സാഖ്യമയീ, സാഖ്യമയമായ ജ്ഞാനസ്വരൂപമായ ദർശനം, ദൃഢായിഹ
ദൃഢമായും ഇവിടെ നൗഹു വള്ളമാണ്. സാഖ്യമയീ ദൃഢായിഹ നൗഹു. കപില മഹർഷിയാൽ പറയപ്പെട്ട സാഖ്യമയമായ ഈ ജ്ഞാനശാസ്ത്രം സംസാരലോക ജീവിതത്തിൽ ഒരു വള്ളം പോലെയാണ്. യയാ മുമുക്ഷുഹു തരതേ ദുരത്തെ. ഈ ജ്ഞാനമാർഗത്തിന്റെ വഞ്ചിയിലൂടെ മുമുക്ഷുഹു മുക്തി ആഗ്രഹിക്കുന്നവർ തരതേ തരണം ചെയ്യുന്നു ദുരത്യയം ഭവർണവം മൃത്യുപഥം വിഭജ്യത. ദുരത്യയമായ അതിക്രമിച്ച് കടക്കാൻ വിഷമമുള്ള ഈ സംസാരമാകുന്ന കടലിനെ, മൃത്യുപഥത്തെ വിഭജിതന്മാർ കടക്കുന്നു. ഇങ്ങനെയുള്ള ഋഷിയാണ് കവൽ. പരാത്മഭൂതസ്യ കഥം പ്രഥമതി. പരമാത്മചൈതന്യ സ്വരൂപനായ അദ്ദേഹത്തിന് എങ്ങനെയാണ് പൃഥക്മതി, ഭേദബുദ്ധി ഉണ്ടാകുന്നത്? ഇത് ശത്രുവാണ്, ഇത് മിത്രമാണ്, ഇവനെ കൊല്ലണം, ഇവനെ കൊല്ലരുത്, ഇങ്ങനെയുള്ള ഭേദബുദ്ധി ആർക്കില്ല? കപിലനില്ല. എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് കപിലന്റെ കോപാഗ്നി രാജപുത്രനോ ദഹിച്ചു എന്നുള്ള വാദം ശരിയല്ല. ഇത് രണ്ടും പറഞ്ഞ അത് തന്നെയാണ്, വ്യാസം തന്നെയാണ്. അപ്പൊ പിന്നെ എന്താണ് എന്ന് പറയാൻ പോവാണ്. സംഖ്യമയീ ദൃഢേഹനൗ യയാമുക്ഷുസ്തരതേ ദുരത്യയം ഭവാർണവം മൃത്യുപഥം വിപശ്യത പരാത്മബോധസ്യ കഥം പ്രഥമതി. സംഖ്യമയീ ദൃഢേഹനൗ യയാമുക്ഷുസ്തരതേ ദുരത്യയം ഭവാർണവം മൃത്യുപഥം വിപശ്യത പരാത്മബോധസ്യ കഥം പ്രഥമതി. അതുകൊണ്ട് അവര് ദഹിച്ചത് അവരുടെ തന്നെ അഗ്നിയിൽ നിന്നാണ് എന്ന് ഇവിടെ വ്യാസൻ ഒന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അവരവരുടെ കർമ്മഫലങ്ങളാണ് അവരവരുടെ ജന്മദുരിതങ്ങൾക്ക് കാരണം. മറ്റൊരാളുടെ ശാപമോ മറ്റൊരാളുടെ ആയുധമോ മറ്റൊരാൾ പ്രയോഗിച്ചതായ ഒന്നും അല്ല സ്വന്തം ആത്മനാശത്തിന് കാരണം. ഇത് എല്ലാവരും തിരിച്ചറിഞ്ഞാൽ അവരവരുടെ ആത്മനാശത്തിന് കാരണം അവരവർ തന്നെയാണ്, മറ്റൊരാളല്ല. ഇതേപോലെയുള്ള ജ്ഞാനസ്വരൂപനായ സാഖ്യദർശനം ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ച ആ സാഖ്യദർശനം എന്ന വള്ളത്തിൽ കൂടി 10,000കണക്കിന് സജ്ജനങ്ങളെ സംസാരക്കടലിന്റെ അക്കരെ കടത്തുന്നവനായ കപില മഹർഷിക്ക് എവിടെ നിന്ന് ഭേദമുണ്ടാകും? ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്തത് ആവില്ല. യോ സമഞ്ജസൈത്യുക്തഫക്തേശിന്യമൃപാത്മജ തസ്യ പുത്രോ അംശുമാൻ നാമ പിതാമഹേരതാം. യഹ യാതൊരുവനാണ് അസമഞ്ജസ ഇത്യുക്ത. അസമഞ്ജസൻ എന്ന് പറയപ്പെടുന്നത് സഹ അവൻ കേശിന്യം നൃപാത്മജ. സുമതിയല്ല, കേശിനി എന്ന രാജാവിന്റെ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ ഒരു പുത്രനാണ് അസമഞ്ജസൻ. തസ്യ പുത്രോ അംശുമാൻ നാമ പിതാമഹ ഹിതേരഥ. അവന്റെ പുത്രൻ, അവന്റെ പുത്രൻ അസമഞ്ജസന്റെ പുത്രൻ അംശുമാൻ, അത് പിതാമഹ ഹിതേരഥ, പിതാമഹന്റെ ഹിതത്തിൽ തൽപരനാണ്. മുത്തച്ഛനായ സകല മഹാരാജാവിന്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കാൻ തൽപരനായി. സുമതിയുടെ പുത്രന്മാർ മരിച്ചു. പിന്നെയുള്ളത് സകല രാജാവിന്റെ പുത്രന്റെ പുത്രനായ അംശുമാൻ, അസമഞ്ജസന്റെ പുത്രനായ അംശുമാൻ. ആ അസമഞ്ജസന് ലോകത്തിൽ പ്രസിദ്ധനായിരുന്ന സകല രാജാവിന് കേശി ജനിച്ച പുത്രനാണ്. ആ രാജകുമാരൻ അസമഞ്ജസനല്ല, സമഞ്ജസൻ തന്നെയാണ്. അസമഞ്ജസൻ ചേർച്ചയില്ലാത്തവൻ എന്നാണ്. അസമഞ്ജസൻ എന്നാണ് പേര്, പക്ഷെ വാസ്തവത്തിൽ സമഞ്ജസനാണ്. അവന്റെ പുത്രനാണ് അംശുമാൻ.
അംശുമാൻ തന്റെ പിതാവിന്റെ പിതാവായ ഫകരന്റെ ആഗ്രഹത്തെ നിറവേറ്റാൻ തയ്യാറായി. യോ അഫമഞ്ജഫൈത്യുക്തഫക്കേശിന്യമൃതാത്മജാം തസ്യ പുത്രം അംശുമാൻ നാമ പിതാമഹഹിതേരതാം. യോ അഫമഞ്ജഫൈത്യുക്തഫക്കേശിന്യമൃതാത്മജാം തസ്യ പുത്രം അംശുമാൻ നാമ പിതാമഹഹിതേരതഃ. അഫമഞ്ജഫ ആത്മാനം ദർശയന്നഫമഞ്ജഫം ജാതിസ്മരപുരാഭംഗാത് യോഗി യോഗാത് വിചാലിതാം. അഫമഞ്ജഫഃ ആത്മാനം ദർശയൻ അഫമഞ്ജഫം. അഫമഞ്ജഫൻ തന്റെ ആത്മാവിനെ താൻ അഫമഞ്ജഫനാണ് എന്ന് കാണിച്ചുകൊണ്ട് ജാതിസ്മരപുരാഭംഗാത് യോഗി യോഗാത് വിചാലിത. ജാതിസ്മരനായ അദ്ദേഹം ജന്മാന്തരങ്ങളെ, ജാതി ജനനം എന്നാണ്, ജന്മം എന്നാണ്, ജന്മാന്തരങ്ങളെ സ്മരിക്കുന്നവനായിട്ട് പുരാ പണ്ട് സംഗാത് യോഗി, യോഗിയുമായിട്ടുള്ള സംഗമം കൊണ്ട് യോഗാത് വിചാലിത, യോഗത്തിൽ നിന്നും ചലിക്കപ്പെട്ടവനുമാണ്. അഫമഞ്ജഫൻ പൂർവജന്മത്തിൽ ഒരു യോഗിയായിരുന്നു. സംഘദോഷം കൊണ്ട് യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി. പക്ഷെ ഈ ജന്മത്തിൽ തന്റെ കഴിഞ്ഞ ജന്മത്തിലെ സ്മൃതി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ജനസമൂഹത്തിൽ വിട്ടിരിക്കണം തന്നെ തീരുമാനിച്ചു. കാരണം തന്റെ യോഗത്തിന് ഭൗതിക വിഷയങ്ങൾ തടസ്സമുണ്ടാക്കിയത് കൊണ്ടാണ് യോഗഭ്രഷ്ടനായി മാറിയത് താൻ. ഇനിയും അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും ആരോടും ഇണങ്ങിച്ചേരരുത്, സമഞ്ജസൻ ആവരുത്, അസമഞ്ജസനായി ജീവിക്കണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു. കാരണം ഇനിയൊരു ജന്മം ഇല്ല, ഇതുകൊണ്ട് തന്നെ തീരണം. അതുകൊണ്ട് ജനങ്ങൾ തന്നെ വെറുക്കാൻ തക്ക പ്രവൃത്തി തന്നെത്താൻ ചെയ്തു. അല്ലെങ്കിൽ എല്ലാവരും കൂട്ടുകൂടാതെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. അഫമഞ്ജഫാത്മാനം ദർശയൻ അഫമഞ്ജഫം ജാതിസ്മരപുരാഭംഗാത് യോഗി യോഗാത് വിചാലിതം. അഫമഞ്ജഫാത്മാനം ദർശയൻ അഫമഞ്ജഫം ജാതിസ്മരപുരാഭംഗാത് യോഗി യോഗാത് വിചാലിതം. ആചരൻ ഗർഹിതം ലോകേ ജ്ഞാതീനം കർമ്മ വിപ്രിയം ഫലയുവാം ക്രീഡതോ ബാലാൻ പ്രാപ്യത് ഉദ്വേജനം. ഗർഹിതം ആചരൻ ലോകേ, ലോകത്തിൽ നിന്ദിക്കപ്പെടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ. അപ്പൊ ജനങ്ങളൊക്കെ തന്നെ വെറുക്കുമല്ലോ. അപ്പൊ ആരും കൂട്ടുകൂടാൻ പറ്റില്ല, ഒറ്റക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചു പോകാം. അതുകൊണ്ട് ലോകേ ഗർഹിതം ആചരൻ, ലോകത്തിൽ നിന്ദിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജ്ഞാതീനാം കർമ്മ വിപ്രിയം, ബന്ധുക്കൾക്ക് വിപ്രിയമായ കർമ്മത്തെ ചെയ്തുകൊണ്ടേയിരുന്നു. ബന്ധുക്കൾക്കൊക്കെ ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും വെറുക്കും, വിടും, ഉപേക്ഷിക്കും, ഹാവും. അപ്പൊ സമഞ്ജസൻ ആവാതില്ല. അറിഞ്ഞുകൊണ്ടിട്ടൊരു പേരാണ് അസമഞ്ജസൻ. അങ്ങനെ ചെയ്തു വരവേ ഒരിക്കൽ സരയുവാം ക്രീഡതോ ബാലാൻ, സരയൂ നദിയിൽ കളിക്കുന്ന കുട്ടികളെ, ക്രീഡതോ ബാലാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സരയുവാം പ്രാസ്യ, നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ജനം ഉദ്വേജയൻ, ജനങ്ങളെയൊക്കെ വെറുപ്പിക്കുന്നവനായിട്ട്. പുഴയുടെ തീരത്ത് മണൽത്തട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെയൊക്കെ അസമഞ്ജസം എന്ന് പറക്കി എന്ത് ചെയ്തു? ആ പുഴയിലേക്ക് എറിഞ്ഞു. ഇത് കണ്ടപ്പോ ആരാ ഇഷ്ടപ്പെടുക? എല്ലാവരും അദ്ദേഹത്തെ വെറുത്തു. ആചരൻ ഗർഹിതം ലോകേ ജ്ഞാതീനം കർമ്മ വിപ്രിയം സരയുവാം ക്രീഡതോ ബാലാൻ പ്രാപ്യതുദ്വേജയൻ ജനം. ആചരൻ ഗർഹിതം ലോകേ ജ്ഞാതീനം കർമ്മ വിപ്രിയം സരയുവാം ക്രീഡതോ ബാലാൻ
വാസുദേവജനം ഏവം വർത്ത പരിത്യക്ത പിത്രാ സ്നേഹമപൗഹ്യ വൈ യോഗേശ്വരേ യോഗൈശ്വര്യേണ ബാലാം താൻ ദർശയിത്വാ തതോ ഏവം വർത്ത ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിത്യക്ത പിത്ര പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു രാജപുത്രനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ദുഷ്ടനായ, എല്ലാവർക്കും വെറുപ്പുണ്ടാക്കുന്ന, നിന്ദ്യകർമ്മം ചെയ്യുന്ന, എല്ലാവരാലും വിരോധിക്കപ്പെടുന്ന ഒരു പുത്രൻ തൻ്റെ കൂടെ വളർന്നു വന്നാൽ തനിക്ക് അപകടമാകും. 5 വിരലിലെ ഒരു വിരൽ കുത്തിപ്പഴുത്ത് പഴുത്ത് അത് കരിക്കാൻ പറ്റില്ല, അത് നഷ്ടപ്പെട്ടു പോകും എന്ന് വന്നാൽ ആ പഴുപ്പ് മുകളിലോട്ട് കയറുന്നതിന് മുമ്പ് ആ വിരൽ മുറിച്ചു കളയണം. എന്റെയാണ് ആ വിരല്, പക്ഷെ ഞാനിത് മുറിക്കില്ല എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കൊണ്ട് സകലൻ അസമഞ്ജസൻ എന്ന പുത്രനെ ഉപേക്ഷിച്ചു നാട് കിടത്തി പൊക്കോളാം. പിത്രാ സ്നേഹം അപൗഹ്യ വൈ പിതാവിനാൽ ഈ സ്നേഹത്തെ ഉപേക്ഷിച്ചു. അപൗഹ്യ ഉപേക്ഷിച്ചു. വൈ തീർച്ചയായിട്ടും. യോഗ ഐശ്വര്യേണ അങ്ങനെ അവനെ ഉപേക്ഷിച്ചു, നാട്ടിൽ നിന്ന് നാട് കടത്തി. അപ്പൊ പോകുന്നതിന് മുമ്പ് അവൻ പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് യോഗ ഐശ്വര്യേണ ബാലാൻ താൻ ദർശയിത്വാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ മുജ്ജന്മത്തിലെ യോഗബലമെന്ന ഈശ്വര ശക്തി കൊണ്ട് ആ പുഴയിലേക്ക് എറിഞ്ഞ ബാലന്മാരെയൊക്കെ വീണ്ടും അതിൽ നിന്നും ജീവിപ്പിച്ച് ദർശയിത്വ അവർക്കെല്ലാം തിരിച്ചു കാണിച്ചു കൊടുത്തിട്ട് തത്തോയോ എന്നിട്ടാണ് പോയത്. തൻ്റെ യോഗബലം കൊണ്ട് നഷ്ടപ്പെട്ട പുത്രന്മാരെയൊക്കെ വീണ്ടെടുത്ത് അവർക്ക് കൊടുത്തിട്ട് അദ്ദേഹം നാട്ടിൽ നിന്നും പോയി. ഏവം വർത്ത പരിത്യക്ത പിത്രാ സ്നേഹമപൗഹ്യ വൈ യോഗ ഐശ്വര്യേണ ബാലാം താൻ ദർശയിത്വാ തതോ ഏവം വർത്ത പരിത്യക്ത പിത്രാ സ്നേഹമപൗഹ്യ വൈ യോഗ ഐശ്വര്യേണ ബാലാം താൻ ദർശയിത്വാ തതോ അയോധ്യാവാസിന സർവേൻ ബാലകാൻ പുനരാഗതാൻ ദൃഷ്ട്വാ വിസ്മിരേ രാജൻ രാജാജാപ്യനുതപ്യത. അയോധ്യ നിവാസികളൊക്കെ സരയുവിലേക്കാണ് എറിഞ്ഞത്. അയോധ്യ നിവാസികളൊക്കെ എല്ലാ ബാലന്മാരെയും പുനരാഗതാൻ വീണ്ടും തിരിച്ചെത്തിയ ബാലന്മാരെയൊക്കെ രണ്ടാമത് കണ്ടപ്പോൾ ദൃഷ്ട്വാ കണ്ടിട്ട് വിസ്മിരേ വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു. ഹേ രാജൻ, അല്ലയോ രാജാവേ, രാജാചാപി അനുതപ്യത രാജാവ് സകലനും അനുതപിച്ചു. എന്താണ്? പുത്രന്റെ ഇപ്രകാരമുള്ള വൈഭവത്തെ അറിയാതെയാണ് നാട്ടിൽ നിന്നും പുറത്താക്കി കളഞ്ഞത്. അതിൽ സകല മഹാരാജാവിന് പശ്ചാത്താപമായി, കഷ്ടമായിപ്പോയി, അവനെ കളയണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പൊ തോന്നുന്നു. അയോധ്യ നിവാസികളൊക്കെ ഇപ്പം ആരെ പ്രശംസിച്ചു? അസമഞ്ജസൻ. ഇവൻ അസമഞ്ജസനല്ല, സമഞ്ജസൻ തന്നെയാണ്, നമുക്കെല്ലാം ഇണങ്ങുന്നവനാണ്. ഇതാണ് ജനങ്ങളുടെ സ്വഭാവം. നല്ലത് ചെയ്താൽ ആദരിക്കും, സ്വീകരിക്കും. ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ തിരസ്കരിക്കും. അത്ര മാത്രമേ അവർക്ക് അതിനെക്കുറിച്ചുള്ള വിചാരമുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി പുത്രന്റെ ഉപേക്ഷിക്കാൻ രാജാവ് തയ്യാറാണ്. ജനഹിതമാണ് അവിടെ. ഇന്നത്തെ പോലെ ജനാധിപത്യം എന്ന് പറയുകയല്ല, ആധിപത്യമല്ല, ജനഹിതമാണ്. ആധിപത്യം സ്ഥാപിച്ചുറപ്പിക്കലല്ല, ജനങ്ങളുടെ ഹിതമനുസരിച്ച് രാജ്യം ഭരിക്കലാണ് വേണ്ടത്. ജനഹിതമാണ് അവിടെ ഏറ്റവും വലുത്. അതുകൊണ്ട് അയോധ്യ നിവാസികൾ എല്ലാവരും തിരിച്ചു വന്ന ബാലന്മാരെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്ന് മാത്രമല്ല, അസമഞ്ജസനുള്ള വിരോധമൊക്കെ തീർന്നു, അത്രേ ഉള്ളൂ. ഒരേ വ്യക്തിയെ തന്നെ കുറച്ചു മുമ്പ് നിന്ദിതനായി, വിരോധിതനായി, ദുഷ്ടനായി കണ്ടു. ഇപ്പം അവരെയെല്ലാം തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ നിന്ദിതനല്ല, ഗുണവാനാണ്, നന്മയുള്ളവനാണ്, നല്ലവനാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ് ജനങ്ങൾക്കല്ല നമുക്കും എപ്പോഴും അങ്ങനെയാണ്. ഒരാളിൽ തന്നെ നമ്മൾ മിത്രതയും ശത്രുതയും കണ്ടെത്തും. മിത്രമാകുമ്പോൾ സ്നേഹിക്കും, ശത്രുവാകുമ്പോൾ വിരോധിക്കും. ഒരാളെ തന്നെയാണ്.
അമ്മയാണ്, അച്ഛനെയാണ്, ഭാര്യയാണ്, ഭർത്താവിനെയാണ്, മക്കളെയാണ്, ബന്ധുക്കളെയാണ്. ഇവരോടൊക്കെ ഏതൊരു മനോഭാവത്തോടെ വീക്ഷിക്കുന്നുവോ അവരെ അങ്ങ് തന്നെ കാണും. ആ മനോഭാവം ഒന്ന് മാറിയാൽ പിന്നെ വീണ്ടും മാറി. ഒരാളിൽ തന്നെയാണ് ഇത്രയുമുള്ള വൈകൃതങ്ങൾ കണ്ടെത്തുന്നത്, അയാൾ തന്നെയാണ് നന്മയും കണ്ടെത്തുന്നത്, വേറൊരാളല്ല. നല്ലവനായ ഒരാൾ വരാനില്ല. ഇയാളിൽ തന്നെ നന്മ കണ്ടെത്തി ഇയാളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. എല്ലാവരിലും രണ്ടും എല്ലാം ഉണ്ട്. ദുഷ്ടതകളെ മാറ്റിയിട്ട് സജ്ജനമായി ആദരിക്കണം. ഇവിടെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ആദരവായി. രാജാവിനും വിലകുണ്ഠിതമായി. കഷ്ടം, എന്റെ മകനെ ഞാൻ ഉപേക്ഷിച്ചല്ലോ. അയോധ്യാവാസിന സർവേ ബാലകൻ പുനരാഗതൻ ദൃഷ്ട്വാ വിശിസ്മിരേ രാജൻ രാജാപ്യനുദപ്യതാം. അയോധ്യാവാസിന സർവേ ബാലകൻ പുനരാഗതൻ ദൃഷ്ട്വാ വിശിസ്മിരേ രാജൻ രാജാപ്യനുദപ്യതാം. അംശുമാംശോദിതോ രാജ്ഞാം തുരംഗാന്വേഷണേയൗ പിതൃവ്യ ഘാതാനുപഥം ഭസ്മാന്തി ദൃശേഹയം. അംശുമാൻ ചോദിതോ രാജ്ഞ. അംശുമാൻ രാജാവിനാൽ പ്രചോദിക്കപ്പെട്ടവനായിട്ട് തുരങ്ക അന്വേഷണയോ കുതിരയെ അന്വേഷിക്കാൻ വേണ്ടി പോയി. മുത്തച്ഛന്റെ വാക്ക് കേട്ടിട്ട് കുതിരയെ അന്വേഷിക്കാൻ വേണ്ടി പോയി. അംശുമാൻ ചോദിതോ രാജ്ഞ. രാജ്ഞാ ചോദിത അംശുമാൻ. രാജാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായ അംശുമാൻ തുരങ്ക അന്വേഷണയോ കുതിരയെ അന്വേഷിക്കുന്നതിൽ പോയി. പിതൃവ്യ ഘാത അനുപഥം. പിതൃവ്യന്മാർ, പിതൃ സഹോദരന്മാർ, അവരാൽ ഘാതം കുഴിക്കപ്പെട്ട അനുപഥം വഴിയിലൂടെ, സഹോദരന്മാർ കുഴിച്ചുണ്ടാക്കിയ വഴിയിലൂടെ. പിതാവിന്റെ സഹോദരന്മാരാണ് അവരെല്ലാം. പിന്നെ ഒരു ചെറിയ ഈ ആ മരം അതെനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. മരമാവും. ചൂളത്തൊന്നും കൊണ്ടുവന്നല്ലേ റംബൂട്ടാൻ. അതല്ല, കുറ്റി വരും പക്ഷെ കായ്ക്കാൻ താമസിക്കും. മറ്റേ വാങ്ങിച്ചു വെക്കുന്ന അങ്ങനത്തെ ഉണ്ട്. മഹിതയിൽ അങ്ങനെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന. പിതൃവ്യ ഘാത അനുപഥം. പിതൃവ്യന്മാരാൽ കുഴിക്കപ്പെട്ട വഴിയിലൂടെ ഭസ്മ അന്തി, ഭസ്മത്തിന്റെ സമീപത്ത്. അന്തി എന്ന് വെച്ചാൽ അന്തികം, സമീപം. ഭസ്മാന്തി ദദൃശേ, കണ്ടു ഹയം കുതിരെ. ഈ 60,000 പേര് ദഹിച്ച ഭസ്മക്കൂട്ടത്തിന്റെ സമീപത്തിൽ ഒരു കുതിര നിൽക്കുന്നതാണ്. ഭസ്മാന്തി, ഭസ്മ സമീപത്തിൽ ഒരു കുതിരയെ നിൽക്കുന്നതായിട്ട് കണ്ടു. ദദൃശേ ഹയം, ഹയന്റെ കുതിര. അംശുമാംശോദിതോ രാജ്ഞാതുരംഗാന്വേഷണേയൗ പിതൃവ്യ ഘാത അനുപഥം ഭസ്മാന്തി ദദൃശേ ഹയം. അംശുമാംശോദിതോ രാജ്ഞാ തുരംഗാന്വേഷണേയൗ പിതൃവ്യ ഘാതാനുപഥം ഭസ്മാന്തി ദദൃശേ ഹയം. തത്രാസീനം മുനിം വീക്ഷ്യാം കപിലാഖ്യമധോക്ഷജം അസ്തൗത്സമാഹിതമനാഹ പ്രാഞ്ജലി പ്രണതോ മഹാൻ. തത്ര ആസീനം മുനിം വീക്ഷ്യ. അവിടെ ഇരിക്കുന്ന മുനിയെ കണ്ടിട്ട്, ആരെയാണ്? കപിലാഖ്യം. കപിലൻ എന്ന പേരോടുകൂടി അവിടെ ഇരിക്കുന്ന മുനിയെ കണ്ടിട്ട് അധോക്ഷജം മുനിം വീക്ഷ്യ. ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്നവനായ അവൻ. കാരണം കണ്ണു തുറക്കുന്നില്ല, കാണുന്നില്ല, അറിയുന്നില്ല, ഒന്നുമില്ല. അധോക്ഷജനാണ്. അങ്ങനെയുള്ള കപിലനെ കണ്ടിട്ട്, കാരണം ഭഗവാന്റെ അവതാരമാണ് കപിലൻ, ഭഗവാന്റെ പര്യായപദങ്ങൾ കപിലന് ഉപയോഗിക്കും. അസ്തൗത്, സ്തുതിച്ചു. സമാഹിതമനാഹ, ഏകാഗ്രമായ മനസ്സോടെ. പ്രാഞ്ജലി, കൈകൂപ്പിക്കൊണ്ട്.
പ്രണതോ മഹാൻ. ആ മഹാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ഇതാണ് ഈ അംശുമാനും സകരപുത്രന്മാരും തമ്മിലുള്ള വ്യത്യാസം. അവര് കണ്ടപ്പോ തന്നെ ഇവൻ കള്ളനാണ്, ചോരനാണ്, കൊല്ലിവനെ എന്ന ആയുധം കിട്ടും. പക്ഷെ അംശുമാൻ ഈ കപില മഹർഷിയെ കണ്ടപ്പോൾ നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് ഏകാഗ്ര മനസ്സോടെ സ്തുതിക്കാൻ ആരംഭിച്ചു. അസ്തൗത് സ്തുതിച്ചു. തത്രാസീനം മുനിം വീക്ഷ്യ കപിലാക്ഷമധുക്ഷജം അസ്തൗത് സമാഹിതമനാഹ പ്രാഞ്ജലി പ്രണതോ മഹാൻ. തത്രാസീനം മുനിം വീക്ഷ്യ കപിലാക്ഷമധോക്ഷജം അസ്തൗത് സമാഹിതമനാഹ പ്രാഞ്ജലി പ്രണതോ മഹാൻ. തത്രാസീനം മുനിം വീക്ഷ്യ കപിലാക്ഷമധോക്ഷജം അസ്തൗത് സമാഹിതമനാഹ പ്രാഞ്ജലി പ്രണതോ മഹാൻ. ഇനി അങ്ങോട്ട് കുറച്ച് ശ്ലോകത്തിലെ അംശുമാൻ കപിലനെ സ്തുതിച്ച സ്തുതിയാണ് 5ാമത്തെ ശ്ലോകത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കഥ പറയുന്നത്. നമ്മുടെ സമയം ഏതാണ്ട് പാകമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു ഇടവേളയിൽ നമുക്കും സർക്കാരിനൊക്കെ സംസാരിക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സാറേ, മുനി പറഞ്ഞിട്ട് കുറെ പേരെ വികൃത വേഷമാക്കുക, അല്ലാതെ എന്തുകൊണ്ടാ സാറേ? അറിയാ കുറെ പേരെ യവനാശാകാൻ ഹൈഹയ ബർബരാൻ എന്ന് പറഞ്ഞ കുറെ പേരെ വികൃത വേഷം കൊടുക്കുകയല്ലേ? അവരെയൊക്കെ കൊല്ലേണ്ടവരാണ്. പക്ഷെ അവർ തന്നെ ഉദ്ദേശം അനുസരിച്ച് അവരെ കൊന്നില്ല, വികൃത വേഷികളാക്കി. അംശുമാന്റെ പുത്രനാണെന്നോ ഭാഗീരഥൻ? അതെ, തപസ് ചെയ്യാൻ. അതെ. ഇനി ആ കഥ പറയാൻ പോകുന്നത്. അംശുമാൻ പൃഥുവിന്റെ പുത്രനാണ്. പൃഥുവിന്റെ പുത്രനല്ലേ അംശുമാൻ? സകരന്റെ പുത്രൻ, അസമഞ്ജസന്റെ പുത്രൻ, സകരന്റെ പുത്രന്റെ പുത്രൻ. ഈ പേരിൽ വേറെ ഇഷ്ടംപോലെ രാജാക്കന്മാർ വേറെയുണ്ട്. അതാ പൃഥുവിന്റെ പുത്രനും അംശുമാനും വേറെയുണ്ട്. അതല്ല ഇവിടെ. ഒരേ പേരിൽ പല രാജാക്കന്മാരുണ്ടാകും. ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം.